അല്ല പറഞ്ഞേ സൂര്യൻ എന്തോണ്ട് ഏട്ടനെ കണ്ട് മിണ്ടാണ്ട് പോകുന്നു. രണ്ടാളും ചങ്ങായിമാർ പോലെ കഴിഞ്ഞല്ലേ, എന്ത് പറ്റിണ്ടാക്കൂ? എന്താണെന്നറിയില്ല, 2 ദിവസമായി അവരെ വീട്ടിൽ നിന്ന് ഒച്ചപ്പാട് കേൾക്കുന്നു. എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കേട്ടാ. വാ എന്നാ നമുക്ക് പോയി നോക്കിയാലോ? നോക്കല്ലേ എന്നാ വാ. ഏട്ടാ ഇപ്രാവശ്യം 1000 രൂപ എന്തായാലും നിങ്ങൾ തരണം. നീ എന്ത് ഭർത്താന സൂരജ് പറഞ്ഞേ? ഞാനും നല്ല പൈസ തരൂലേ? അതെന്താ നിങ്ങൾ തരൂലെന്ന് പറഞ്ഞേ? നിങ്ങൾ ഒരൊറ്റ ഒരാൾ കാരണം ഇത്രയും പൈസ ആയത്. ആൾക്കാർ കേൾക്കുന്നുണ്ട്. എന്താ ആൾക്കാർ കേൾക്കുന്നത്? ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അടച്ചല്ലേ? കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എന്താ അടച്ചെന്നാ പറയുന്നത്? അല്ല ഇപ്പം എന്തെങ്കിലും പ്രശ്നം, എന്തെങ്കിലും ഒച്ചപ്പാടാക്കുന്നത്? എൻ്റെ രമേശേട്ടാ, ഇവിടെ ഒരു കറണ്ട് ബില്ല് വന്ന് അപ്പോൾ തുടങ്ങി അടിയാന്ന് രണ്ടാളും കൂടി. കറണ്ട് ബില്ല് വന്നെന്ന് പറഞ്ഞിട്ട് അടിയാ? നിങ്ങളൊന്ന് തെളിച്ച് പറ. രമേശ് ചേട്ടാ നിങ്ങൾ കേക്ക്, കറണ്ട് ബില്ല് നമ്മൾ രണ്ടാളും മാറി മാറിയാണ് അടക്കല്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ടറിഞ്ഞ് AC ഇട്ടത് കൊണ്ട് ബില്ല് വെറും 2500 രൂപ വന്നത്. അത് കേട്ടാണ് അടച്ചത്. ഇപ്രാവശ്യം ബില്ല് എത്ര വന്നെന്നറിയോ? 4700 രൂപ. എത്ര? 4700. ഇവിടെ ചൂട് കാലല്ലേ, ബില്ല് അധികം വരും. അതിനെന്ത് ഇത്ര അതിശയോ? എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയാണ്. ആയിക്കോട്ടെ, അതുകൊണ്ടല്ലേ നിങ്ങളോട് 1000 രൂപ കൂട്ടിത്തരാൻ പറയുന്നേ. നിങ്ങൾ അതിന് വേണ്ടി തമ്മിൽ തല്ലണ്ട, ഇതൊന്നും ഒരു പ്രശ്നമല്ല. എടോ അതിലിപ്പോൾ മിക്ക ആൾക്കാർ സോളാർ വെക്കുന്നേ. ആ ബെസ്റ്റ്, അതിനല്ലേ ഒരുപാട് പൈസ ആവും രമേശ് ചേട്ടാ. അല്ല ശരിക്കും ഈ സോളാറിനെ കൊണ്ട് ഗുണമുണ്ടാ? സത്യം പറഞ്ഞാലേ ഈ സോളാറിനെ കുറിച്ച് പലർക്കും അറിയില്ല. ഇതൊരു കേന്ദ്ര ഗവൺമെൻറ് സ്കീമാണ്. മാത്രമല്ല വെറും 6% പലിശക്ക് ബാങ്കിലെ ലോൺ കൊടുക്കുന്നുണ്ട്. 6% പലിശയുള്ളൂ. കൂടാതെ കേന്ദ്ര സർക്കാരിൻ്റെ 78 രൂപ സബ്സിഡി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കാരാണ് സോളാർ വെച്ചത്? ഇരിട്ടിയിലെ ABS പവർ സൊല്യൂഷൻ, ക്വാളിറ്റിയിലെ മെറ്റീരിയൽ, നല്ല സർവീസും. ABS പവർ സൊല്യൂഷൻ, തവക്ക കോംപ്ലക്സ്, ഇരിട്ടി, കണ്ണൂർ. ഈ വർഷത്തെ ഓണം ABSനോടൊപ്പം.